ക്ഷീരോത്പാദക സഹകരണ സംഘത്തിൽ വെച്ച് പള്ളിപ്പുറം കുഴപ്പള്ളി എടവനക്കാട് നായരമ്പലം പഞ്ചായത്തുകളിലെ ക്ഷീരകർഷകർക്കും സംഘം ജീവനക്കാർക്കും സംഭരണ വിതരണ ശുചീകരണ തൊഴിലാളികൾക്കും തിരുവോണത്തോടനുബന്ധിച്ച് ഓണക്കൊടിയും ഓണക്കിറ്റും വിതരണം ചെയ്തു. തിങ്കളാഴ്ച സംഘാങ്കണത്തിൽ വെച്ച് സംഘം പ്രസിഡന്റ് CH ഗോപാലകൃഷ്ണൻ ഉദ്ഘാടന കർമ്മം നിർവഹിച്ചു. സംഘം വൈസ് പ്രസിഡന്റ് KC ഗോപാലകൃഷ്ണൻ സ്വാഗതം ആശംസിച്ചു. സെക്രട്ടറി G മോഹൻലാസർ നന്ദി പറഞ്ഞു. ഭരണസമിതി അംഗങ്ങളായ മനോഹരൻ PP, മഹേഷ് TV, സുരേഷ് MC, ലിസി ലാസർ, രത്നമല്ലിക പ്രകാശൻ, ബിന്ദു രവീന്ദ്രനാഥ്, സരോജിനി ചന്ദ്രൻ എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു. എന്റെ ഉള്ളിൽ കുടിയിരിക്കണമേ, എന്റെ പാദം ഇടറാതിരിക്കുവാൻ എന്നിലെന്നും ദയാ ചൊരിയണമേ. പൂവിലൂറുന്ന പുഞ്ചിരി നീയല്ലോ, പുസ്തകം തരും ജ്ഞാനവും നീയല്ലോ, പുല്ലുമാടവും പൂമണി മേടയും തുല്യമായി തരും ശക്തിയും നീയല്ലോ. നല്ല ബുദ്ധിയായ എൻ്റെ മനസ്സിലും നല്ല ഭാഷയായി നാവിൻ്റെ തുമ്പിലും നല്ല ചെയ്തിയായ പിഞ്ചു കയ്യിലും നന്മയായി നീ കടന്നിരിക്കണമേ. എങ്ങുമെങ്ങും നിറയും വെളിച്ചമേ, എൻ്റെ ഉള്ളിൽ കുടിയിരിക്കണമേ, എൻ്റെ പാദം ഇടറാതിരിക്കുവാൻ എന്നിലെന്നും ദയാ ചൊരിയണമേ. സെക്രട്ടറി, മറ്റ് ജീവനക്കാർ, നല്ലവരായ ക്ഷീര കർഷക സഹോദരി സഹോദരന്മാരെ തൊഴിലാളി സുഹൃത്തുക്കൾ, പലപ്പോഴും ക്ഷീരോത്പാദക സഹകരണ സംഘത്തിൽ ഏതാണ്ട് 17-18 വർഷക്കാലമായി നൽകി വരുന്ന ഓണക്കിറ്റും ഓണക്കോടിയും വിതരണം ശരിക്കും നമ്മൾ എല്ലാ വർഷവും ആഘോഷപൂർവ്വമാണ് കൊണ്ടാടുന്നത്. എന്നാൽ വയനാട്ടിലെ നമ്മുടെ സഹോദരങ്ങളുടെ മരണം ആ സന്തോഷം പകിട്ട് കുറച്ചാണെന്നുള്ളതാണ്. ഇവിടെ 1978 ഓഗസ്റ്റ് മാസം 16-ാം തീയതി ശ്രീമാൻ കുന്നപ്പള്ളി മാധവ മാസ്റ്റർ ചീഫ് പ്രൊമോട്ടറായി രൂപീകരിച്ച് പ്രിയന്തോട്ടരുടെ കെട്ടിടമുറിയിൽ തുടങ്ങിയ ഈ സ്ഥാപനം ഇന്ന് വളർന്ന് പന്തലിച്ച് നമ്മുടെ വൈപ്പിരികർക്ക് തന്നെ അഭിമാനമായി മാറി നിൽക്കുന്ന ഒരു പ്രസ്ഥാനമായി മാറിയിരിക്കുന്നത് നമുക്ക് എല്ലാവർക്കും അഭിനന്ദനാർഹമായ ഒരു കാര്യമാണ്. എന്നാൽ ചില സാഹചര്യങ്ങളിൽ നമ്മൾ വിഷമിച്ചു പോകുന്ന ഘട്ടങ്ങളിൽ അതെന്തെന്നാൽ സഹകരണ നിയമപ്രകാരവും ക്ഷീരവികസന വകുപ്പിന്റെ അതാത് കാലങ്ങളിലുള്ള നിർദ്ദേശങ്ങൾക്ക് വിധേയമായിട്ട് പ്രവർത്തിക്കേണ്ട ഒരു ഭരണസമിതി, കൂടാതെ അതാത് വർഷങ്ങൾക്ക് കൂടുന്ന പൊതുയോഗം അതിന് വിധേയമായിട്ടാണ് പ്രവർത്തിക്കേണ്ടത്. അതെല്ലാം ചില സാഹചര്യങ്ങളിൽ വിഷമസന്ധി സൃഷ്ടിക്കുന്ന പ്രവർത്തനം. അതിനെല്ലാം മറികടന്നുകൊണ്ടാണ് പലപ്പോഴും ഭരണസമിതി ക്ഷീരസംഘ ഭരണസമിതി ഇത്തരം കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടിരിക്കുന്നതെന്ന് നിങ്ങൾക്ക് ഓരോരുത്തർക്കും മനസ്സിലാവും എന്ന് പ്രതീക്ഷിക്കുന്നു. നമ്മളിവിടെ കോവിഡ് വന്നു. കേരള സംസ്ഥാനത്ത് ഒട്ടനവധി ക്ഷീരസംഘങ്ങൾ പാലെടുക്കാതെ അടച്ചുപൂട്ടുന്ന ഘട്ടം ഉണ്ടായി. എന്നോ ദൈവാധീനത്തിന്റെ നമ്മുടെ തൊഴിലാളികളുടെ കർഷകരുടെ ഇച്ഛാശക്തി ഉണ്ടോ ഒരു ദിവസത്തിൽ ഒരു നേരം പോലും പള്ളിപ്പുറം ക്ഷീരസംഘം പായസ ഭരണം വിതരണം മുടക്കില്ല എന്ന് കൊണ്ടിടക്കാൻ കഴിയുന്നുള്ളത് അഭിനന്ദനമായ ഒരു കാര്യമാണ്. അങ്ങനെ ഒട്ടനവധി പ്രശ്നങ്ങളെ നമ്മൾ തരണം ചെയ്ത് മുന്നോട്ട് വന്ന് ഇന്ന് ഈ നിമിഷത്തിൽ എത്തിയിരിക്കുകയാണ്. കേരള സംസ്ഥാനത്ത് തന്നെ ആദ്യമായി തൊഴിലാളികൾക്ക് ഗ്രാറ്റുവിറ്റി നടപ്പിലാക്കിയ ഒരു ക്ഷീരസംഘമാണത്. അത് പറയാൻ പ്രത്യേക അഭിമാനമുണ്ട്. നമ്മളെവിടെ സംഘടന പരിപാടികളുമായിട്ട് ബന്ധപ്പെട്ട് പള്ളിപ്പുറം ഭരണസമിതി അംഗങ്ങൾ പല ഘട്ടങ്ങളിലും പല സ്ഥലങ്ങളിലും പല കാര്യങ്ങളിലും പങ്കെടുക്കുവാനായിട്ട് പോകാറുണ്ട്. അതെല്ലാം ചെല്ലുമ്പോൾ ഉദ്യോഗസ്ഥരുമായിട്ട് ബന്ധപ്പെടാറുണ്ട്.
അപ്പോൾ അവരുടെ സംഘത്തിലെ കർഷകരുടെ ഓരോ അഭിപ്രായങ്ങൾ കേൾക്കുന്നത് വളരെ സന്തോഷപൂർവ്വം കേൾക്കാൻ ഞാൻ കേട്ടിട്ടുണ്ട്. എന്താണ് ഉദ്യോഗസ്ഥരടക്കെന്ന് പറയുന്നത്, ഇവിടെ വന്നു പോയിട്ടുള്ള ഉദ്യോഗസ്ഥർ പറയുന്നതാണ്, നിങ്ങൾ പള്ളിപ്പുറം ക്ഷീരസംഘം കണ്ടുപിടിക്കും, പള്ളിപ്പുറം ക്ഷീരസംഘം ഭരണസമിതിയെ കണ്ടുപിടിക്കും എന്ന മാതൃകാപരമായ നിർദ്ദേശങ്ങളാണ് ഉദ്യോഗസ്ഥർ പല സംഘങ്ങളിലും കൊടുത്തുകൊണ്ടിരിക്കുന്നത്. അത് പല സ്ഥലങ്ങളിൽ വെച്ച് നമുക്ക് അനുഭവപ്പെട്ടിട്ടുണ്ട്. അത് വളരെ മനസ്സിന് ഒരു കുളിർമയോടുകൂടി സന്തോഷത്തോടുകൂടി കേട്ടു പോരാനുള്ള അവസരം ഈ ഭരണസമിതിയിലങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ സംഘത്തില് ഇന്ന് ബാങ്കിങ് സിസ്റ്റം മാതിരി എത്ര ലക്ഷം രൂപയുണ്ടെങ്കിലും എന്താണെങ്കിലും എത്ര ക്ലിയർ ആയിട്ടും കറക്റ്റായിട്ട് കൃത്യയോടുകൂടി കൊണ്ടുപോകുന്നതാണ് അവിടുത്തെ ജീവനക്കാർ. അതുകൊണ്ട് സാമ്പത്തിക ഇടപാടുകൾ കൺകറന്റായിട്ട് എല്ലാം കൃത്യമായിട്ട് പോയിക്കൊണ്ടിരിക്കുന്ന കാരണമാണ്. ഓഡിറ്റ് റിപ്പോർട്ട് എല്ലാം കറക്റ്റ് ഒന്നിനൊന്ന് തുല്യമായിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അതിനിടയിൽ വരുന്ന ചില പ്രശ്നങ്ങളുണ്ടാവും, അത് പരിഹരിച്ച് മുന്നോട്ട് പോകുകയാണ് പരിപാടി. ഇപ്പോൾ പള്ളിപ്പുറം ക്ഷീരസംഘത്തിന്റെ ഭരണസമിതി ഇനി 4.5 വർഷക്കാലം കഴിഞ്ഞ് ഇരിക്കുകയാണ്. ഇനി ഏതാനും മാസങ്ങൾ മാത്രമേ ഉള്ളൂ. അപ്പോൾ അത് ഭംഗിയായി എത്തിക്കണം എന്നുള്ള ഒരു ഊർജ്ജസ്വലയോടുകൂടിയുള്ള പ്രവർത്തനമായിട്ടാണ് ഭരണസമിതി ഓരോ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. എത്രയും ഇപ്പൊ ഞാൻ 2005 കമ്മിറ്റിയിൽ വരുമ്പോഴായിരുന്നു 300ഓളം ക്ഷീരകർഷകർ നായരമ്പലം മുതൽ മർമ്മം വരെ ഉണ്ടായിരുന്നു. എന്നാൽ ഇന്ന് 142 പേരാണുള്ളത്. സംഘം സാമ്പത്തികമായിട്ടും വ്യാവസായികമായിട്ടും എല്ലാ അർത്ഥത്തിലും പാലിലും എല്ലാം പുറകോട്ട് പോകുകൊണ്ടിരിക്കുകയും എന്നാലും ക്ഷീരകർഷകർക്കും തൊഴിലാളികൾക്കും കൊടുത്തുകൊണ്ടിരിക്കുന്ന ആനുകൂല്യങ്ങളോ ന്യായമായിട്ട് നിയമത്തിന്റെ ചട്ടക്കൂട്ടിൽ നിന്ന് ചെയ്യാൻ പറ്റുന്ന എല്ലാ കാര്യങ്ങളും ഒരു മുടക്കം കൂടാതെ ഇതുവരെ നടത്താൻ സാധിച്ചെന്നുള്ളത് വളരെ പ്രശംസനീയമായ ഒരു കാര്യമാണ്. നമ്മുടെ തൊഴിലാളി സുഹൃത്തുക്കളെ, നമ്മുടെ ഓഫീസ് സ്റ്റാഫുകളെ, സെക്രട്ടറി, ഭരണസമിതി അംഗങ്ങളെ, ഈ വർഷം നമ്മുടെ ഓണാഘോഷത്തിൻ്റെ ഭാഗമായി നമ്മൾ ചെറിയ ഒരു ബുദ്ധിമുട്ടിലൂടെയാണ് കടന്നു പോകുന്നത്. അത്തരം പ്രശ്നങ്ങളെല്ലാം പരിഹരിച്ച് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയും എന്നുള്ളതാണ് നമ്മുടെ വിശ്വാസം. സംഘം നേരിടുന്ന ഏത് പ്രശ്നങ്ങളും ഈ കമ്മിറ്റി വളരെ ലളിതമായ നല്ല രീതിയിൽ തന്നെ കർഷകരുടെ ആയാലും തൊഴിലാളികളുടെ ആയാലും വളരെ നല്ല രീതിയിൽ തന്നെ നമ്മൾ ചെയ്യലാണ് പതിവ്. ഇത്തവണ നമുക്കൊരു ചെറിയൊരു പ്രതിസന്ധി വന്നിട്ടുണ്ട്, എങ്കിലും അത് വേണ്ട രീതിയിൽ പരിഹരിക്കും എന്നുള്ളതാണ് നമ്മുടെ ഒരു വിശ്വാസം. കർഷകർ നേരിടുന്ന പ്രശ്നങ്ങളൊന്നും മറ്റുള്ളവർക്കൊന്നും ഒരു കാര്യവുമല്ല. നമ്മൾ ഈ ചാണകം വാരി വെളുപ്പിന് 3 മണിക്ക് എഴുന്നേറ്റ് നമ്മളുടെ കഷ്ടപ്പാടും ദുരിതങ്ങളും 10-70 ലക്ഷം രൂപയ്ക്കാണ് പശുവിൻ്റെ വില. നമ്മൾ വാങ്ങിച്ചുകൊണ്ടുവന്ന് അത് കറന്ന് അളന്ന് കർഷകന് കിട്ടുന്ന വരുമാനത്തെ കുറിച്ച് ഞാൻ പ്രത്യേകിച്ച് നിങ്ങളോട് ഒരിക്കലും പറയേണ്ട കാര്യമില്ല, എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ഒരു കർഷകനെ സംബന്ധിച്ചോളം അവനനുഭവിക്കുന്ന വേദന മറ്റൊരാൾക്ക് അത് പറഞ്ഞാൽ മനസ്സിലാവില്ല. ഒരു കാര്യം, ഒരു മരണം നടന്നാൽ പോലും നമുക്ക് ആ സമയത്തിന് എത്താൻ പറ്റാത്തൊരവസ്ഥയില്ല. കർഷകന് ഈ പണമൊക്കെ മുടക്കിയിട്ട് നമ്മളുടെ ഭാര്യയുടെയോ മക്കളുടെയോ സ്വർണ്ണമൊക്കെ കൊണ്ടൊന്നും പണയാൻ പറ്റാതെ നമ്മൾ ഈ സംരംഭം നിലനിർത്തിക്കൊണ്ട് പോകണം. മറ്റുള്ള ആൾക്കാർക്ക് ഇത് പറഞ്ഞാലൊന്നും അവർ നമ്മളുടെ വേദനകളാണ്, കഷ്ടപ്പാടുകൾ, അവർക്ക് മാസം ഇങ്ങനെ പൈസ കിട്ടിക്കൊണ്ടിരിക്കണം എന്നുള്ളൊരു തോന്നലാണ്. അതിൻ്റെ പിന്നിലുള്ള അധ്വാനം മറ്റുള്ളവർ മനസ്സിലാക്കില്ല എന്നുള്ളതാണ് കർഷകന്റെ ബുദ്ധിമുട്ട്. അതൊരു സാഹചര്യം ഈ കർഷകൻ നേരിടുന്നത് സർക്കാർ പോലും നമ്മളെ മനസ്സിലാക്കുന്നില്ല എന്നുള്ളതാണ്. ഓണത്തിനെല്ലായിരിക്കും സബ്സിഡി മറ്റുള്ള കാര്യങ്ങളൊക്കെ എത്തേണ്ടതാണ്. നമ്മളിവിടെ ലിസ്റ്റൊക്കെ കൊടുത്തിട്ടുണ്ട് ഓരോ കർഷകനും. അതൊക്കെ ഈ സമയത്ത് കിട്ടുകയാണെങ്കിൽ കർഷകന് വലിയൊരു ഉപകാരം തന്നെയാണെന്നുള്ള ഇത് നമ്മൾ ബന്ധപ്പെട്ടവരെ അറിയിച്ചിട്ടുണ്ട്. പക്ഷേ ഇതുവരെയും കർഷകന് അതിൻ്റെ ഒരു ഇതും അറിയിപ്പും വന്നിട്ടില്ല. അത്തരം ഒരു ഇതിലാണ് കർഷകൻ പോകുന്നത്. കർഷകനാണെങ്കിൽ നാളെ ഇതുവരെ ഇപ്പം കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ചാണെങ്കിൽ 1 ലക്ഷം ലിറ്റർ പാലിൻ്റെ കുറവാണ് സംഘത്തിലുണ്ടായത്. 4 ലക്ഷത്തിൽ പരം കാലിത്തീറ്റയുടെ വിൽപ്പന എങ്ങനെ നമ്മൾ കർഷകരെ പിടിച്ചു നിർത്താൻ പറ്റുമെന്നാണ് സംഘം ആലോചിക്കുന്നത്.